ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും മറ്റൊരു ദിവസം കൂടി കാണുവാനും ദൈവവചനം കേൾക്കുവാനും സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തരുന്ന വിലപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകരെയും ഹോപ്പ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് നമ്മെ താഴ്ത്തി സമർപ്പിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവാരങ്ങളെ അറിയുന്ന ദൈവം, നമ്മുടെ ചിന്തകൾ അറിയുന്ന ദൈവം ഇന്ന് പകൽ നമ്മെ അനുഗ്രഹിക്കും എന്ന പ്രതീക്ഷയോടെ നമുക്ക് ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമോ അവനോട്, മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. കർത്താവ് വളരെ മനോഹരമായൊരു ഉപമയാണ് പറഞ്ഞത്. കർത്താവ് ഇത് പറയാൻ കർത്താവിനെ പ്രേരിപ്പിച്ച വസ്തുത ഇതാണ്. ഒരു വ്യക്തി പുരുഷാരത്തിൽ ഓടി വന്ന് യേശുവിനോട് പറയുകയാണ്, കർത്താവ്, എൻ്റെ സഹോദരനുമായി വസ്തു ഷെയർ ചെയ്യുവാൻ അവനോട് പറയണം. കാരണം ഈ മനുഷ്യൻ്റെ ധാരണ വസ്തു പാർട്ടീഷൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു മീഡിയേറ്ററായിട്ടാണ് കർത്താവിനെ കാണുന്നത്. മറിച്ച് അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ ശക്തിയുള്ള രക്ഷകനായി, ലോകത്തിൻ്റെ സൃഷ്ടാവായി യേശുവിനെ കാണുന്നതിനു പകരം അവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന താൽക്കാലിക ഒരു മീഡിയേറ്ററായിട്ടാണ് യേശുവിനെ ഈ മനുഷ്യൻ കണ്ടത്. യേശു അതുമായി ബന്ധപ്പെട്ട് ഒരു ഉപമയാണ് ഇവിടെ പറഞ്ഞത്. അതിൻ്റെ ഭാഗത്തിലേക്കാണ് നാം വരുന്നത്. വളരെ ധനവാനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ വളരെ സമ്പന്നനാണ്. അദ്ദേഹം കൃഷി ചെയ്തു വിളവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് സാമാന്യം വലിയ ഒരു വിളവ് ലഭിച്ചു. അദ്ദേഹം അധ്വാനിക്കാതെ, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്ത് അദ്ദേഹത്തിന് ഒരു വലിയ വിളവുണ്ടായപ്പോൾ ഈ മനുഷ്യൻ തന്നോട് തന്നെ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചു: ഓ, എനിക്ക് എൻ്റെ കളപ്പുര പൊളിച്ചു പണിയണം. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു വിളവ് എനിക്ക് കിട്ടിയിരിക്കുകയാണ്. എൻ്റെ ഈ ചെറിയ കളപ്പുരയെ പൊളിച്ചു പണിത് ഞാൻ എൻ്റെ കളപ്പുരയിലേക്ക് ഈ വിളവെല്ലാം ശേഖരിച്ചു വെക്കും. എന്നിട്ട് ഞാൻ എന്നോട് പറയും, നീ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. കേവലം ലോകത്തിലെ ഭൗതിക കാര്യങ്ങളിൽ ചെലവഴിച്ച് അതിൽ സമ്പന്നനാകുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. ഒന്നാമത്തെ കാര്യം നമുക്ക് ചിന്തിക്കാം. ഭൂമി നന്നായി വിളഞ്ഞപ്പോൾ ഫലം തന്ന ദൈവത്തെ മറന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം. നമ്മൾ അധ്വാനിക്കുന്നു, ഫലം തരുന്ന ദൈവമാണ്. നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ വളം കൊണ്ടല്ല, നമ്മുടെ അധ്വാനം കൊണ്ടല്ല, നമ്മുടെ കഠിന പ്രയത്നം കൊണ്ടല്ല, നാം വെള്ളമൊഴിച്ചത് കൊണ്ടല്ല, മറിച്ച് ദൈവമാണ് ഫലം തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ രാവിലെ സമയം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ മരുന്ന് കഴിച്ചാൽ രോഗം മാറുന്നത് ദൈവം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്, അല്ല മരുന്നിന് അതിനുള്ള ശക്തി ഉള്ളത് കൊണ്ടല്ല. നമ്മൾ ഭക്ഷിച്ചാൽ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ആരോഗ്യം, എനർജി ലഭിക്കുന്നത് ദൈവം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ജീവിതത്തിൽ മനുഷ്യൻ എന്തൊക്കെ ചെയ്താലും ദൈവം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ മനുഷ്യൻ്റെ അധ്വാനവും മനുഷ്യൻ്റെ പ്രയത്നവും വ്യർത്ഥമാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. തൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു, തൻ്റെ വേലക്കാരുടെ അധ്വാനം കൊണ്ടല്ല, തൻ്റെ മണ്ണ് നല്ല മണ്ണ് ആയതുകൊണ്ടല്ല, മറിച്ച് ഈ മനുഷ്യനെ ദൈവം കടാക്ഷിച്ചതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് മനസ്സിലാക്കുവാൻ ഈ മനുഷ്യൻ വൈകിപ്പോയി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഭൂമി നന്നായി വിളഞ്ഞപ്പോൾ ഫലം തന്ന ദൈവത്തെ മറന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ രാവിലെ സമയം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മളിൽ എത്ര പേർ ദൈവം നമുക്ക് ചെയ്യുന്ന നന്മകൾക്ക് നന്ദി കരയറ്റുന്നവരാണ്? നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു, ഞാൻ അധ്വാനിച്ചു, ഞാൻ സമ്പാദിച്ചു, അല്ലെങ്കിൽ എൻ്റെ പിതാക്കന്മാർ സമ്പാദിച്ചു, എൻ്റെ മക്കൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്തു, ഇന്ന് ഈ നിലവാരത്തിലെത്തി. അതിനെന്തിനാണ് ദൈവത്തിന് പ്രത്യേക മഹത്വം കൊടുക്കുന്നത്? എന്തിനാണ് ദൈവസന്നിധിയിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്? ഇതെല്ലാം എൻ്റെ കഴിവിൻ്റെ ഫലം കൊണ്ടല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം ഓടുന്നതും അധ്വാനിക്കുന്നതും ഒക്കെ വൃഥാവാണ്. ദൈവം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി നീതിയോടെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നമ്മുടെ അധ്വാനവും നമ്മുടെ പ്രയത്നവും ഒക്കെ വൃഥാവാണ്
എന്ന കാര്യം മറക്കരുത്. ഇവിടെ ഒന്ന്, ഭൂമി നന്നായി വിളഞ്ഞപ്പോൾ ഫലം തന്ന ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിനു പകരം ഞാൻ എൻ്റെ കളപ്പുര പൊളിച്ചു പണിയും, ഞാനിതിനെ കുറെ കൂടി എൻലാർജ് ചെയ്യും എന്ന് ചിന്തിച്ച മനുഷ്യനെ കുറിച്ചാണ് ഇവിടെ കാണുന്നത്. ഞാൻ എന്തു ചെയ്യേണ്ടു? ജീവിതത്തിൽ വ്യക്തമായ തീരുമാനമില്ലാത്ത മനുഷ്യൻ. ഈ മനുഷ്യൻ തന്നോട് തന്നെ പറയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് ഐഡിയ ഇല്ല, അദ്ദേഹത്തിന് പദ്ധതിയില്ല. പക്ഷെങ്കിൽ അദ്ദേഹം പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്ത് ഒരു വിളവുണ്ടായപ്പോൾ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. പക്ഷെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കാനാണ്, പാവങ്ങളെ സഹായിക്കുവാനാണ്, ആവശ്യത്തിൽ ഇരിക്കുന്നവൻ്റെ ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാനാണ് എന്ന തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യനെയാണ് ഇവിടെ കാണുന്നത്. രണ്ടാമത് അദ്ദേഹം പറയാണ്, സ്ഥലം പോരാ, ഉണ്ടെങ്കിലും അധികം വേണമെന്ന ചിന്ത. സ്ഥലം പോരാ, എത്ര കിട്ടിയാലും തൃപ്തിപ്പെടാത്ത മനസ്സ്. പോരട്ടെ, ഇനിയും പോരട്ടെ, ഇനിയും പോരട്ടെ, ഇത് പോരാ പോരാ എന്ന് ചിന്തിക്കുന്ന ഒരനുഭവം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാൻ കഴിയാത്ത ഒരു വലിയ സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ രാവിലെ സമയം ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തരുന്ന കഴിവിനനുസരിച്ച്, നന്മയ്ക്കനുസരിച്ച്, ദൈവം നമുക്ക് തരുന്ന നന്മകൾക്കനുസരിച്ച്, ഉയർച്ചകൾക്കനുസരിച്ച്, പരിമിതികൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുവാൻ പഠിക്കണം. പലപ്പോഴും അവരുടെ സമ്പന്നതയിൽ, അവരുടെ ഉയർച്ചയിൽ, അവരുടെ സമ്പത്തിലൊക്കെ തുലനം ചെയ്ത് പലപ്പോഴും എനിക്ക് ദൈവം ഒന്നും ചെയ്തില്ല, എനിക്ക് ഇത്രയേ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞ് പോകുന്ന ഒരു അനുഭവം നമുക്കറിയാം. ഇസ്രായേൽ മക്കളെ കുറിച്ച് നമുക്കറിയാം. അവർ മന്ന പെറുക്കി. ദൈവം കൃത്യമായി പറഞ്ഞു, നിങ്ങൾ ഈ 2 ഇടങ്ങഴി പെറുക്കണം. കാരണം ഓരോ ഇടങ്ങഴിയാണ്, പക്ഷെ വെള്ളിയാഴ്ച നിങ്ങൾ നാളെ പിറ്റേന്നാൾ ശബതാണ്, അതുകൊണ്ട് ഈ 2 ഇടങ്ങഴി പെറുക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ കൂടുതൽ അധികം പെറുക്കിയ പലരെയും കാണുന്നുണ്ട്. പക്ഷേ അതൊന്നും അവർക്ക് പ്രയോജനമായില്ല, മറിച്ച് അതെല്ലാം കൃമി പിടിച്ച് പുഴുത്തുപോയി എന്നാണ് നമ്മൾ കാണുന്നത്. ഉള്ളതുകൊണ്ട് തൃപ്തിയോടെ ജീവിക്കുവാൻ നാം പഠിക്കണം എന്ന ചിന്തയാണ് ഇവിടെ കാണുന്നത്. മൂന്നാമതായിട്ട് ആ മനുഷ്യൻ്റെ പരാജയം എന്ന് പറയുന്നത്, ലഭിച്ച നന്മകൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ താല്പര്യമില്ല. കളപ്പുര പണിത് അതിലെല്ലാം കൂട്ടിവെക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. നമുക്ക് പലപ്പോഴും നമുക്ക് പോലും നിശ്ചയമില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് ആ വീടിനെ പൊളിച്ചു പണിയാം, അല്ലെങ്കിൽ അതിനെ ഇച്ചിരി കൂടെ വലുതാക്കാം എന്ന ചിന്തയാണ്. ഈ നന്മ തന്നപ്പോൾ, ഈ വിളവ് തന്നപ്പോൾ അദ്ദേഹം അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തയ്യാറാകണമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമുക്ക് എത്രയോ അറിയാവുന്ന സമശിഷ്ടങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അവരെക്കുറിച്ചുള്ള കൺസേൺ, അവരെക്കുറിച്ചുള്ള പരിഗണന നമ്മുടെ ജീവിതത്തിലുണ്ടോ? ആവശ്യത്തിലിരിക്കുന്നവനെ സഹായിക്കുക. ദൈവം നമുക്ക് നന്മ തന്നെങ്കിൽ ആ നന്മ നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മുടെ മിടുക്കുകൊണ്ടല്ല. നമ്മുടെ സമീപത്ത്, നമ്മുടെ ചുറ്റുപാടുകളിൽ അത്തരത്തിൽ നന്മ അനുഭവിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അവർക്ക് വേണ്ടിയാണ് ദൈവം നമുക്ക് നന്മ തന്നത്. നമുക്കറിയാം, യോസേപ്പിനെ കുറിച്ചറിയാം. യോസേപ്പിനെ മിസ്രൈമിലേക്ക് ദൈവം അയച്ചു. എന്തിനാണ്? കനാൻ നാട്ടിൽ ഒരു വലിയ ക്ഷാമം മുന്നിൽ കണ്ടുകൊണ്ടാണ്. തൻ്റെ അപ്പനും സഹോദരന്മാരും വസിക്കുന്ന കനാനിൽ ഒരു വലിയ കൊടിയ ക്ഷാമം ഉണ്ടാകും. അതിന് മുന്നോടിയായിട്ടാണ് ദൈവം യോസേപ്പിനെ മിസ്രൈമിലേക്ക് അയച്ചത്. യോസേപ്പ് മിസ്രൈമിൽ ചെന്നു. മിസ്രൈമിലെ ഭക്ഷ്യവകുപ്പിൻ്റെ ചുമതലയിൽ ഏറ്റു. അവിടുത്തെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായി യോസേപ്പ് മാറി. ഫറവോനെ ഉപദേശിക്കുകയാണ്, അല്ലയോ ഫറവോ രാജാവേ, നമ്മുടെ രാജ്യത്ത് വലിയ ക്ഷാമം വരാൻ പോകുന്നു. ആ ക്ഷാമം വരുമ്പോൾ ആ ഇസ്രായേൽ ജനത്തിനും മിസ്രൈമിലെ ജനങ്ങൾക്കും പട്ടിണി കൂടാതെ ജീവിക്കണമെങ്കിൽ ഞാൻ ചില നിയമങ്ങൾ പറയാം എന്നാണ് പറയുന്നത്. മിസ്രൈമിലെ ധാന്യമാണ് ഇസ്രായേല്യർ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഈ നന്മ ദൈവം നമുക്ക് തരുന്നത് നമ്മൾ സ്വന്തം, ഞാനും നിങ്ങളും നമ്മുടെ മക്കളും ഒക്കെ സുഖിച്ച് ജീവിച്ച് മരിക്കുവാനല്ല, അല്ലെങ്കിൽ അതിനുവേണ്ടിയല്ല, മറിച്ച് മറ്റുള്ളവരെ സഹായിക്കുവാൻ, മറ്റുള്ളവർക്ക് താങ്ങായി തണലായി മാറുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി നീതി നടത്തിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ്
ദൈവം നമ്മെ സഹായിച്ചിരിക്കുന്നത്, ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം ഈ മൂഢനായ ധനവാനായ മനുഷ്യന് കഴിഞ്ഞില്ല എന്നാണ് വായിക്കുന്നത്. നാലാമത്തെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പരാജയം എന്ന് പറയുന്നത് ഭാവി കാലം സുരക്ഷിതമാക്കണം എന്ന ഒരു ദുരഭിമാനം, തൻ്റെ ഭാവിയെക്കുറിച്ച് മാത്രം ചിന്ത. ഇനിയും വേണം, എനിക്കും എൻ്റെ മക്കൾക്കും അവരുടെ മക്കൾക്കും ഇനി ഒരു 100 കാലം ജീവിക്കണം എന്ന ചിന്തയാണ് അദ്ദേഹത്തെ ഭരിച്ചത്. ഈ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. അതെ, നിത്യതയെക്കുറിച്ച് ചിന്തിക്കാത്ത മനുഷ്യൻ. ആ ഒരവസ്ഥയിലാണോ ഞാൻ നിങ്ങളും ജീവിക്കുന്നത്? ശാന്തമായി പരിശോധിക്കണം. ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്നതാണ് മനുഷ്യൻ്റെ ആയുസ്. യാതൊരു സ്ഥിരതയുമില്ലാത്തതാണ് മനുഷ്യൻ്റെ ആയുസ്. മനുഷ്യൻ്റെ ആയുസിനെ കുറിച്ച് പറയുന്നത് വയലിലെ പൂ പോലെയാണ്. ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്നു. കാറ്റടിക്കുമ്പോൾ അതിൻ്റെ സ്ഥലം അറിയുന്നില്ല. മനുഷ്യൻ്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ മാത്രമാണ്. മനുഷ്യൻ്റെ ആയുസ് ഒരു ചെറിയ ക്ഷണികം മാത്രമാണ് എന്നാണ് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശാന്തമായി ഭാവിയെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച്, ദൈവം ഒരുക്കുന്ന ആ സ്വർഗീയ വാസത്തെക്കുറിച്ച് ചിന്തയോടെയാണോ നാം ജീവിക്കുന്നത്? നമുക്കെല്ലാ നന്മകളും ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ വിദേശ രാജ്യങ്ങളിൽ അയച്ചിട്ടുണ്ട്. നമുക്കും വിദേശ രാജ്യങ്ങളിൽ പോകുവാൻ, ആ നന്മ അനുഭവിപ്പാൻ, നമ്മുടെ കുഞ്ഞുങ്ങളോട് സന്തോഷിപ്പാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ച് ഈ ലോകത്തിൽ മാത്രം ഒതുങ്ങുന്നതാണോ നമ്മുടെ ജീവിതമെന്ന് ശാന്തമായി പരിശോധിക്കണം. നാം നിത്യതയ്ക്ക് വേണ്ടി എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ? ഈ മനുഷ്യനെക്കുറിച്ച് അതാണ് പറയുന്നത്. അദ്ദേഹം നിത്യതയെക്കുറിച്ച് അല്പം പോലും ചിന്തിച്ചില്ല. ദൈവം ചെയ്ത നന്മകൾക്ക് ദൈവത്തിന് നന്ദി സാക്ഷീകരിച്ചില്ല. ദൈവത്തോട് നന്ദി പറഞ്ഞില്ല. തനിക്ക് കിട്ടിയ നന്മകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാൻ അദ്ദേഹം താല്പര്യപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ കളപ്പുരയിൽ മാത്രം അത് സൂക്ഷിച്ച് വെക്കുവാൻ തക്കണം. അതിനെ പൊളിച്ച് പണിത് അതിനെ ഇങ്ങനെ അട്ടിയടുക്കി വെക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിൽ കാണുന്നത്. നമ്മൾ 5-ാമതായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് കാണുന്നത് ജീവിതം ആനന്ദിച്ചു, ജീവിതം സുഖിച്ചു തീർക്കുക എന്ന ചിന്തയോടെ ജീവിക്കുന്ന ഒരു ജഡീക മനുഷ്യൻ. പലരും പറയാറുണ്ട്, ജീവിതം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് അത് ശരിക്കും എൻജോയ് ചെയ്യുക, അതിനെ ശരിക്കും അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഈ ഭൂമിയിലെ ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാതെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. നമ്മുടെ മക്കളും നമ്മുടെ കൊച്ചുമക്കളും പ്രിയപ്പെട്ടവരുമായിട്ട് ജീവിതം അടിച്ചു പൊളിച്ച് ഉല്ലാസത്തോടെ ആനന്ദത്തോടെ ജീവിച്ച് തീർക്കുക. ഇതാണ് പലരും ചിന്തിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ശാന്തമായി നാം ഈ രാവിലെ സമയം ചിന്തിക്കണം. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കുവാനാണോ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കാനാണോ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്? നമ്മുടെ നാളുകളെക്കുറിച്ച്, നമ്മുടെ ദൈവം നമുക്കൊരുക്കുന്ന ആ നിത്യതയെക്കുറിച്ച്, ആ നിത്യവാസത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നവരാണോ? ശാന്തമായി ചിന്തിക്കണം. ബൈബിളിൽ അനേക വ്യക്തികളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അനേക സമ്പന്നന്മാരായിരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ലോകത്തെ കീഴ്മേൽ മറിച്ച അനേക ഭരണാധികാരികളെ കുറിച്ച് നമുക്കറിയാം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സുഖിച്ച് ജീവിച്ച് കേവലം ഒരു നിസ്സാരനെ പോലെ ലോകത്തിൽ നിന്ന് കടന്നുപോയ വ്യക്തികളുണ്ട്. പക്ഷേ അവരെല്ലാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചവരാണ്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നാം ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനാണ്. ദൈവം നമുക്ക് ചെയ്ത നന്മകൾ മറ്റുള്ളവരോട് സാക്ഷീകരിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവം എൻ്റെയും നിങ്ങളുടെയും പ്രശ്നത്തിന് പരിഹാരം വരുത്തിയതുപോലെ അവരുടെയും പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവം ശക്തനാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ പ്രഘോഷിക്കുവാനാണ്, ദൈവത്തെ കീർത്തിക്കുവാനാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ്, ദൈവത്തെ ഉയർത്തിപ്പിടിക്കാനാണ് ദൈവം നമ്മെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. മറിച്ച് ഈ മനുഷ്യൻ തന്നോട് തന്നെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ള ചിന്തയിൽ തൻ്റെ ജീവിതത്തെ പാഴാക്കി. നമ്മുടെ ജീവിതം ശാന്തമായി ഈ രാവിലെ സമയം നാം പരിശോധിക്കണം. ഈ സമ്പന്നനായ മനുഷ്യനെക്കുറിച്ച് കർത്താവ് പറഞ്ഞു. അതുപോലെ തന്നെ കർത്താവ് മറ്റൊരു സമ്പന്നനെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന നമുക്കറിയാം. ധനവാനും ലാസറും
അവിടെ എന്താണ് ധനവാന്റെ തെറ്റ് നിങ്ങൾക്കറിയാം. ധനവാൻ ധൂമര വസ്ത്രം ധരിച്ച് വളരെ ആഡംബരത്തോടെ ദിവസേന ജീവിച്ചു പോന്ന ഒരു വ്യക്തിയായിരുന്നു ധനവാൻ. ലാസറിനെ ആട്ടി പായിച്ചില്ല. അദ്ദേഹം ആരോടും ശണ്ടയിട്ടതായി കാണുന്നില്ല. ആരുടെയും വഴികൾ അദ്ദേഹം തടസ്സപ്പെടുത്തിയില്ല. പക്ഷെങ്കിൽ അദ്ദേഹം സുഖിച്ച് ആഡംബരത്തോടെ ധൂമര വസ്ത്രം ധരിച്ച് അദ്ദേഹം ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചിട്ട് വീഴുന്ന നുറുക്കുകൾ, ആ നുറുക്കുകൾ ആണ് വസ്ത്രത്തിൽ വെളിയിൽ കൊണ്ടിക്കളയുന്നത്. അദ്ദേഹത്തിൻ്റെ പടിപ്പുരയ്ക്കൽ ലാസർ എന്ന് പേരുള്ള ഒരു ദൈവഭക്തൻ ഉണ്ടായിരുന്നു. വ്രണം പിടിച്ചു കിടക്കുന്ന ലാസർ, ദീനം പിടിച്ചു കിടക്കുന്ന ലാസർ, ആഹാരമില്ലാത്ത ലാസർ, ഷെൽട്ടർ ഇല്ലാത്ത ലാസർ. ആ ലാസറിനെ കുറിച്ച് ധനവാൻ അറിയാമായിരുന്നു. പക്ഷേ എങ്കിൽ ധനവാൻ ഒരിക്കൽ പോലും ആ ലാസറിനെ സഹായിക്കുവാൻ, ആ ലാസറിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ആ ലാസറിനെ ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാൻ, അവനെ ആശുപത്രിയിലാക്കുവാൻ, അവനെ ചികിത്സിക്കുവാൻ യാതൊരുവിധ മുൻകരുതലും ചെയ്തില്ല എന്നാണ് അവിടെ കാണുന്നത്. പ്രിയ ദൈവമക്കളെ, നമുക്കുണ്ടായിട്ട് നാം ഇല്ലാത്തവരെ പരിഗണിക്കാതിരിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുവാനിടയായിത്തീരും. നമ്മുടെ കഴിവുകൊണ്ടല്ല. ഒരുപക്ഷെങ്കിലും ഒരാൾ പഠിച്ചു, മറ്റൊരാൾക്ക് പഠിക്കാൻ സാധിച്ചില്ല. പഠിച്ച നിങ്ങളുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിന് കൃപയാണ്. നിങ്ങൾ സമ്പന്നരായത് ദൈവത്തിന് കൃപയാണ്. നിങ്ങളുടെ മക്കൾ വിദേശത്ത് പോയത് ദൈവത്തിൻ്റെ കൃപയാണ്. നിങ്ങൾക്ക് നല്ല വീടും നല്ല വാഹനവും അതുപോലെ യാത്ര ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായതും നിങ്ങൾക്ക് ധാരാളം കൃഷിപ്പുരയിടങ്ങൾ ഉണ്ടായത് ദൈവത്തിൻ്റെ ദാനമാണ്. അതിനെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. മറിച്ച് എൻ്റെ മിടുക്കാണ്, എൻ്റെ പിതാക്കന്മാർ സമ്പാദിച്ചതാണ് എന്ന് ചിന്തിക്കാതെ ദൈവത്തിന് നന്ദി അർപ്പിച്ച് ജീവിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് ഈ രാവിലെ സ്വയം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ധനവാന്റെ പടിപ്പുരയ്ക്കൽ കിടക്കുന്ന ലാസർ, ആ ലാസറിനെ കണ്ടിട്ട് കാണാത്തവനെ പോലെ ഒരു സ്നേഹത്തിൻ്റെ കടമകൾ ചെയ്യേണ്ട സ്ഥാനത്ത്, ഒരു പാവപ്പെട്ടവനെ ആദരിക്കേണ്ട സ്ഥാനത്ത് അതൊന്നും ചെയ്യാത്ത ഒരു ധനവാനെയാണ് നാം കാണുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ധനവാൻ താനും മരിച്ച് അടക്കപ്പെട്ടു. ചില വർഷങ്ങൾ കഴിഞ്ഞു ധനവാൻ മരിച്ചുപോയി. അദ്ദേഹത്തെ അടക്കി, അദ്ദേഹത്തിന് ഗംഭീരമായ ഒരു ബെറിയൽ സർവീസ് കൊടുത്തു. അങ്ങനെ അദ്ദേഹം പോയി. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ലാസറും മരിച്ചു. ലാസറിൻ്റെ പരുക്കൾ നക്കി തുടയ്ക്കുന്ന നായ്ക്കളെയാണ് കാണുന്നത്. ആ നായ്ക്കളായിരുന്നു അവൻ്റെ ആശ്രയം. ആ നായ്ക്കൾ, ലാസർ മരിച്ചു, അവനും പോയി. അവിടെ എഴുതിയിരിക്കുന്ന ലാസറിനെ അടക്കിയെന്ന് അവിടെ എഴുതിയിട്ടില്ല. ലാസർ താനും മരിച്ചു. പക്ഷേ ദൂതന്മാർ ലാസറിനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. വളരെ ആഴമേറിയ സത്യം ഈ രണ്ട് ഉപമകളിലുണ്ട് എന്ന കാര്യം പ്രിയ ദൈവമക്കളെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഈ രണ്ടുപേരും ധനവാന്മാരാണ്. ഈ രണ്ടുപേരും തങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത്. ഈ രണ്ടുപേരും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ചില്ല. ദൈവമാണ് ഈ തങ്ങൾക്ക് ഈ നന്മ തന്നതെന്ന് ഓർത്ത് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല, ദൈവത്തെ സ്തുതിച്ചില്ല. പക്ഷേ രണ്ടുപേരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. ഈ റിച്ച് മാൻ, ഫുളിഷ് റിച്ച് മാൻ, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മൂട, ഈ രാത്രിയിൽ ഞാൻ നിന്റെ പ്രാണനെ എടുക്കും. നീ ഒരുക്കി വെച്ചത് ആർക്കാണ്? ഇതാണ് മനുഷ്യൻ്റെ ആയുസ്. നന്മയുണ്ടായിട്ട് അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ കഴിയാതെ പോകുന്ന അനേക ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അതുപോലെ തന്നെ നന്മയുണ്ടായിട്ടും അതിന് ആ നന്മയെ വേണ്ട നിലയിൽ ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്ന ആൾക്കാർ ധാരാളം പേർ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ശാന്തമായി ദൈവം ചെയ്യുന്ന നന്മകൾ ദൈവത്തിൻ്റെ ദാനമാണ്. അതിന് മറ്റുള്ളവനെ സഹായിക്കേണ്ട ഒരു ധാർമ്മികതയും അതിലുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുവാനാണ് ഈ രാവിലെ സമയം നാം മനസ്സിലാക്കേണ്ടത്. ലാസറിൻ്റെ, അബ്രഹാം പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കണ്ട് ധനവാൻ യാതനാ സ്ഥലത്ത് നിന്ന് നിലവിളിക്കുകയാണ്: അയ്യോ അബ്രഹാം പിതാവേ, ലാസറിനെ അയക്കണം. അവൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കണം. പക്ഷെങ്കിൽ കൃപയുടെ വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ, രക്ഷയുടെ വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരുടെയും പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ ഏറ്റവും അവസാന സമയങ്ങളിലാണ് നാം ജീവിക്കുന്നത്. ശാന്തമായി ഈ രാവിലെ സമയം നമ്മെ ഒന്ന് പരിശോധിക്കാം. കർത്താവിനെ എത്രമാത്രം
കർത്താവ് തന്ന നന്മകളിൽ ദൈവത്തെ നന്ദിയോടെ ജീവിക്കുന്നവരാണ്. ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നവരാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മകളെക്കുറിച്ച് അതേ വിചാരമുള്ളവരാണോ? ആ നന്മ മറ്റുള്ളവർക്ക് ചെയ്യുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരാണോ? നാം ശാന്തമായി ചിന്തിക്കണം. പ്രിയ ദൈവമക്കളെ, ഈ മനുഷ്യൻ ഭൂമി വിളഞ്ഞപ്പോൾ ഫലം തന്ന ദൈവത്തെ മറന്നു. നന്മ കൊടുത്തപ്പോൾ സ്ഥലം പോരാ, പൊളിച്ചു പണിയും എന്നുള്ള ചിന്ത. ലഭിച്ച നന്മകൾക്ക് ദൈവത്തിന് നന്ദി കരേറ്റുവാൻ തയ്യാറാകാത്ത മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഭാവി കാലം സുരക്ഷിതമാക്കണമെന്ന് ചിന്തിച്ച മനുഷ്യൻ, അവസാനം തിന്നുകുടിച്ച് ആനന്ദിച്ച് മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച മനുഷ്യൻ, ഇതൊന്നും നടന്നില്ല. കളപ്പുരയും പണിതില്ല, അദ്ദേഹത്തിന് ഭക്ഷിക്കാനും സാധിച്ചില്ല, അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മക്കൾക്ക് വേണ്ടി നീക്കി വെക്കാനും സാധിച്ചില്ല. അതിനു മുമ്പേ ഈ മനുഷ്യൻ മരിച്ചു മൺമറയുവാൻ ഇടയായിത്തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് ധനവാന്മാർ നൽകുന്ന പാഠം വളരെ ആഴമായി പരിശോധിക്കണം. ആ രണ്ടുപേരും നിർഭാഗ്യവാന്മാരുടെ അവസ്ഥയിലേക്ക് പട്ടുപോയി. അവരുടെ ജീവിതത്തിൽ ഉയർച്ച പ്രാപിപ്പാനോ ദൈവത്തിൽ ആശ്രയിപ്പാനോ അവർക്ക് കഴിഞ്ഞില്ല എന്നാണ് നാം കാണുന്നത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ് എങ്ങനെയും ജീവിക്കുവാനല്ല, എവിടെയും ജീവിക്കുവാനല്ല, ഏത് സാഹചര്യത്തിലും നീ ജീവിക്കുവാനല്ല, മറിച്ച് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ്സിൽ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് വിശുദ്ധിയോടെ വേർപാടോടെ ദൈവത്തിന് നന്ദി അർപ്പിച്ച് മാതൃകയുള്ള വ്യക്തികളായി ജീവിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഈ രാവിലെ സമയം നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ശാന്തമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. പ്രിയ പിതാവേ, പലപ്പോഴും ഞങ്ങൾ അധ്വാനിക്കാത്തത് ഞങ്ങൾ അനുഭവിക്കുന്നു. അനേക നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തന്നിട്ടുണ്ട്. ആ നന്മകൾക്ക് തക്ക നന്ദി കരേറ്റുവാൻ കഴിയാതെ, ആ നന്മകൾക്ക് തക്ക നന്ദിയോടെ ജീവിപ്പാൻ കഴിയാതെ, ആ നന്മയിൽ മറ്റുള്ളവരെ സഹായിപ്പാൻ മനസ്സില്ലാതെ, ദൈവവേലയ്ക്ക് കൊടുക്കാൻ മനസ്സില്ലാതെ, ദൈവനാമത്തിന് വേണ്ടി ചിലവഴിക്കാൻ മനസ്സില്ലാതെ, കർത്താവെ, ഭൗതികത്തിൽ അതേ മയങ്ങി ആ സമ്പത്ത് കൂട്ടിവെച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന നിലപാടാണ് അടിയങ്ങളുടെ ജീവിതത്തിലുള്ളത്. ഞങ്ങളുടെ ചിന്ത സമ്പത്തിലാകാതെ, ഭൗതികത്തിലാകാതെ, ഞങ്ങളുടെ ചിന്ത അങ്ങയിൽ ആയിരിക്കാനും അങ്ങയിൽ ആശ്രയിപ്പാനും അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് നൽകി തരുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഈ രാവിലെ സമയം ദൈവവചനം കേട്ട് എല്ലാ മക്കളെ അനുഗ്രഹിക്കണം, അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണം, അവരുടെ പ്രതികൂലങ്ങളിൽ അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയോടെ സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവ് ഒരുക്കുന്ന നിത്യതയ്ക്ക് വേണ്ടി അംശികളായി ജീവിപ്പാൻ അവരെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ കർത്താവിൻ്റെ ആണിപ്പെടുത്തുള്ള കരം പ്രിയ മക്കളുടെ മേൽ നീട്ടണമേ. സൗഖ്യമില്ലാത്തവർക്ക് സൗഖ്യം കൊടുക്കണമേ. നിരാശയിലിരിക്കുന്നവരെ അവിടുന്ന് പ്രത്യാശയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ പലരും വിവാഹപ്രായമെത്തി നിൽക്കുന്നവരുണ്ട്. അവർക്ക് തക്കതായ തുണകളെ കണ്ടെത്തുവാൻ സഹായിക്കണം. കുടുംബജീവിതം തകർന്നവരെ കുടുംബജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തണം. കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കണം. ഞങ്ങളെല്ലാവരും അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മാനമോത്വം കർത്താവ് എടുക്കണം. സകലതും അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥനയിൽ ഹോപ്പ് ചാനലിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഹോപ്പ് ചാനലിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ഓരോ ശുശ്രൂഷകളും പ്രോഗ്രാമും കേട്ട് അനേകരെ അതിലേക്ക് നയിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ഒരിക്കൽ കൂടി ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ആമേൻ.